ഹായ് എല്ലാവർക്കും നമസ്കാരം. സിലബസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. HSA നോട്ടിഫിക്കേഷൻ വരികയാണ്. എല്ലാവരും കാത്തിരുന്ന HSAയുടെ നോട്ടിഫിക്കേഷൻ പുതിയതായിട്ട് വരികയാണ്. വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ PSCയുടെ. അപ്പോൾ ഡിസംബർ 31 വിജ്ഞാപനം ഏകദേശം വരും. അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമുക്കറിയുന്നത്. ഏകദേശം ഒരു മാസം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ജനുവരി 29 വരെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾക്ക് അറിയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് പഠിച്ച ടീച്ചേഴ്സായിട്ട് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന എല്ലാവരും അതിനുവേണ്ടി തന്നെയാണ് പഠിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു അവസരമാണ് തുറന്നു വന്നിരിക്കുന്നത്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് HSAയുടെ ഒരു പരീക്ഷ നടന്നത്. അതിനുശേഷം കുറേയധികം വിദ്യാർത്ഥികൾ പഠിച്ച് പാസ് ഔട്ടായിട്ടുണ്ട്. നമ്മളെപ്പോലെ എല്ലാവരും വിദ്യാസമ്പന്നരാണ്. അപ്പോൾ നല്ലൊരു പഠനം ഇനി ആവശ്യമാണ്. കാരണം അത്രയധികം ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ ഒരു ജില്ലയിൽ എന്തായാലും 200-ന് മുകളിലൊക്കെ ഒരു വേക്കൻസി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലോണം ഉള്ള ഒരു പഠനം നമ്മളെ മുന്നിലേക്ക് തന്നെ എത്തിക്കും. ഞാനടക്കമുള്ള എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് തന്നെയാണ്. ഒരു അക്കാഡമി എന്ന നിലയിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളൊന്നും ഉണ്ടായിരിക്കും. പക്ഷേ ഇതിലൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ജനുവരിയിൽ കേട്ടിട്ട് എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഉപദേശമാണ്. നിങ്ങൾ ഇപ്രാവശ്യം തന്നെ ഈ കേട്ടിട്ട് തന്നെ പാസ്സാവാൻ നോക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ചാൻസ് കിട്ടിയാൽ ഈ ഒരു HSA എഴുതാൻ പറ്റും. കേട്ടിട്ട് 3 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ചിലപ്പോൾ തരുമായിരിക്കാം. അതിനൊരു ചാൻസ് വളരെയധികം കാണാനുണ്ട്. അത് കേട്ടിട്ട് 3 ഉണ്ടായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ വലിയൊരു ഗുണമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരാൻ ഇനി ഒരു 4-5 കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ സമയം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം കേട്ടിട്ട് 3 നിങ്ങൾ എന്തായാലും പാസ്സാവാൻ ശ്രമിക്കുക. അത് പാസ്സായി കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു HSA തന്നെ എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ആരും കേട്ടിട്ടിനെ വില കുറച്ച് കാണരുത്. ഇപ്രാവശ്യം തന്നെ പാസ്സാവാൻ ശ്രമിക്കുക. അതുപോലെ ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അതുപോലെ മാത്സ്, നാച്ചുറൽ സയൻസ് എന്നീ ഇതിലേക്കാണ് വന്നിരിക്കുന്നത്, ഒഴിവുകൾ വന്നിരിക്കുന്നത്. സോഷ്യൽ സയൻസ് ഒക്കെ വരുന്നതേ ഉണ്ടായിരിക്കുകയുള്ളൂ. സോഷ്യൽ സയൻസ് വരുന്ന ദിവസങ്ങളിൽ വരുമായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും വിഷയങ്ങളിൽ നല്ലൊരു പഠനം നിങ്ങൾ എന്തായാലും നേരിടണം. അതിനിപ്പോൾ ഒരു അക്കാഡമിയുടെ ബേസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഒരു ജോലി വളരെ അത്യാവശ്യമാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ് പോസ്റ്റിലേക്ക് എന്തായാലും ആവശ്യമാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലൊരു ടീച്ചിങ് കരിയർ അത് ഗവൺമെൻറ് സെക്ടറിൽ തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളും ഉണ്ടാവും നിങ്ങളുടെ കൂടെ. വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ ആൻഡ് സീ യു.